എൻ്റെ പിറകിൽ കാണുന്ന ഗർത്തം പ്രേക്ഷകർ കണ്ടു കാണാം. ഈ ഗർത്തത്തിലേക്ക് ഒരു കാറ് മറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിലും മറിഞ്ഞു, ഒരാൾ മരിച്ചു. വീണ്ടും മരണം. അപ്പുറത്തൊരു ബൈക്ക് ഇടിച്ച് ഒരാൾ ആ കുഴിയിൽ പോയി വീണ് അവിടെ മരിച്ചു. അങ്ങനെ 2 മരണം, ഒരുപാട് ആക്സിഡൻറ്റ്. ഒരു ബുള്ളറ്റ് വന്ന് ഇവിടെ ഇടിച്ച് ബാക്കി താഴെ പോയില്ല. അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ് 1 2 ഒന്നുമല്ല, മരണം 2 മാത്രമേ പറയാൻ കഴിയൂ. ബാക്കി ആക്സിഡൻറ്റ് ഒരുപാട് നടന്നു. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കവലയാണ് പാലാകുളം. നേരത്തെ നല്ലൊരു ജംഗ്ഷനായിരുന്നു. ഇപ്പോൾ ഈ റോഡ് മുറിഞ്ഞപ്പോൾ ആ ജംഗ്ഷനൊക്കെ പലരും പല ഭാഗങ്ങളിലായി. ഇവിടെ നമ്മുടെ പരാതി എന്ന് പറയുന്നത് ഈ ഹൈവേ വരുന്നത് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. ഇവിടെ ഹൈവേ വരുന്നതിൽ നമുക്ക് ആർക്കും ഇവിടെ എതിർപ്പില്ല. പക്ഷേ ഈ ഹൈവേ വരുമ്പോൾ വെളിയിലുള്ളവർക്ക് മാത്രം ഉപകരിക്കപ്പെട്ടാൽ പോരാ, ഇവിടെ ഉള്ള നാട്ടുകാരായ നമുക്കും കൂടെയൊക്കെ അത് ഉപകരിക്കപ്പെടണം. അതിനുവേണ്ടി അതാണ് നമ്മുടെ ഒരു ആവശ്യം. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് ഉപകരിക്കുക എന്നുള്ളത് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ ഉദ്ദേശം, ഇവിടെ ഇപ്പോൾ ഈ 2 സ്ഥലത്ത് ഇരുവശങ്ങളിലായിട്ട് സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൽ ബസ് പേ ഇല്ല, പിന്നെ ആൾക്കാർക്ക് നടന്നു വരാനുള്ള നടപ്പാതയില്ല. ഇതൊന്നുമില്ലാതെ ഇവർക്ക് തോന്നിയ കണക്ക് ഒരു നിസ്സാരമായ മട്ടിൽ ഇവരിത് ഇങ്ങനെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ സർവീസ് റോഡിൻ്റെ വീതി എത്രയാണ്. ഇത് അവർക്ക് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരും, അവിടെ കുഴിച്ച് മണ്ണത്രയും ഇവിടെ ഉള്ള കണ്ടില്ലേ, മണ്ണത്രയും കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയി ഇവിടെ ഇട്ട് ഇപ്പോൾ ആ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര കുട്ടികളാണ് ഇവിടെ വീണത്. വണ്ടി വന്ന് ഇന്നലെയും ഒരു ബുള്ളറ്റ് കാർ വന്ന് അവ അങ്ങ് തെറിച്ച് പോയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണ്, ഇവിടെ കിടക്കുന്ന ഈ ഹമ്പുണ്ടല്ലോ, ഈ ഹമ്പിൽ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ല. അതുപോലെ മുന്നറിയിപ്പ് ബോർഡ് അങ്ങ് വെക്കണം. ഏകദേശം 100 മീറ്റർ 150 മീറ്റർ. ഇപ്പോൾ വെളിയിലൊക്കെ ചെന്നാൽ ആദ്യം 150ൻ്റെ വര വരയ്ക്കും, പിന്നെ 100ൻ്റെ വര വരച്ചിടും, പിന്നെ 50ൻ്റെ വര വരയ്ക്കും, പിന്നെ ഹമ്പിൻ്റെ ബോർഡും വയ്ക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഒരു ഡ്രൈവർക്കും ഒരു എഞ്ചിനീയർക്ക് നിന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡ്രൈവർ അത് മനസ്സിലാക്കി വരും. ഇതല്ല, ഇത് ഇവിടെ അടുത്ത് വരെ എല്ലാ ഒരു ബോർഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ട്രാഫിക്കിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ട്രാഫിക്കിൻ്റെ സിഗ്നൽ മാത്രമേ കാണിക്കൂ, ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ അപ്പുറത്ത് കാണിച്ചു വരുമ്പോൾ അവിടെയും ഒരു ഹമ്പ്. ഈ ഹമ്പുകൾ കൊണ്ടുവന്ന് അറിയിക്കണ്ടേ? രാത്രി കാലങ്ങളിൽ പാഞ്ഞു വരണ വണ്ടികൾ ഇവിടെ വരപ്പോൾ ഇത് വന്ന് തെറിക്കുകയാണ്. നേരെ ചെന്ന് ഹൈവേ കുഴിയിലാണ് ചെന്നാണ്. ഒരു മരണം ആദ്യം ഉണ്ടായി, പിന്നെ ഒരു മരണം ഉണ്ടായി. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് 2 ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരുത്തം താഴെ വന്നു. കൊച്ചി പയ്യ പുള്ളവരാ. ഈ കവലയിൽ നിന്ന് വേണം ആൾക്കാർക്ക് മറ്റു വക്കം, കടയ്ക്കാവൂർ, കവലയൂർ അങ്ങനെയൊക്കെ പോവേണ്ട ആൾക്കാർ കാലങ്കോട്ടായാലും എല്ലാം ഈ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ വരുമ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് സർവീസ് റോഡുകളാണ്. ഈ സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബസ് ബേ എന്ന് പറയുന്നത് 1 സെൻറ്റ് പോലും വേണ്ട. 2 സൈഡിലും ഒരു ബസ് ബേ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. നമ്മുടെ ജംഗ്ഷൻകാർക്ക് മാത്രമല്ല, ഈ അങ്ങോട്ടൊക്കെ ഉള്ള ഒരുപാട് പേർക്ക് രാത്രി കാലങ്ങളിലൊക്കെ വന്നിറങ്ങി അവർക്ക് നേരെ പോകുന്ന വണ്ടികളിൽ വന്നിറങ്ങിയാൽ തന്നെ പോകാനൊരു സൗകര്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബസ് ബേ വേണം. ഈ പാലത്തിൽ നടപ്പാതയും വേണം.